നിങ്ങളുടെ വഴി നിങ്ങളുടേത് മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം ഈ വഴിയിലൂടെ നടന്നേക്കാം. പക്ഷേ ഇതുവഴി നിങ്ങൾക്ക് വേണ്ടി ആർക്കും നടക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിത യാത്രാലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടേതായ വഴികളുണ്ടാവും. നിശ്ചിതമായ വഴികളിലൂടെ സഞ്ചരിച്ച് വേണമല്ലോ അവരവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കേണ്ടത്. ഈ ജീവിതയാത്ര സുഗമമാകാൻ സാധ്യത കുറവുള്ള ഈ പാതയിലൂടെ ഒറ്റയ്ക്കാണ് ഓരോ വ്യക്തിയും കടന്നു പോകേണ്ടത്. ഒട്ടനവധി ദുർഘടങ്ങൾ വഴിയിൽ കാത്തിരിപ്പുണ്ടാകും. ഹിതകരമല്ലാത്ത ധാരാളം അനുഭവങ്ങൾ വഴിയിൽ ഉച്ചവെയിൽ ചൂടായി നിങ്ങളെ പൊള്ളിച്ചേക്കാം. ഹിംസ്ര ജന്തുക്കളെക്കാൾ ക്രൂരരായ ഇരുകാലി ജന്തുക്കൾ വഴിയോരങ്ങളിലെ മറവുകളിൽ, കുറ്റിക്കാടുകളിൽ ചതികളുടെ വലകൾ വിരിച്ച് തക്കം പാർത്തിരിപ്പുണ്ടാവും. സൗഹൃദ ഭാവേന അടുപ്പം പുലർത്തി നമ്മുടെയൊക്കെ പദ്ധതികൾ മനസ്സിലാക്കി ജീവിതം ദുസ്സഹമാക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരികയും ചെയ്യും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ മാത്രമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ യാത്രയിൽ സഹയാത്രികരായി പലരും വന്നേക്കാമെങ്കിലും പാതി വഴിയിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോകും. നിങ്ങളുടെ വഴിയിലൂടെ മറ്റൊരാൾക്കും നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന സത്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ളതാണല്ലോ. അതിൽ മറ്റൊരാൾക്കും ഭാഗഭാക്കാകാൻ സാധിക്കില്ല. ലക്ഷ്യത്തിലെത്താൻ തനിയെ യാത്ര ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നുകൂടി ഓർക്കുക. ശുഭദിനം.